അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ച ഇന്ത്യ-യു.എസ് വ്യാപാര കരാറിനെ ചൊല്ലി പാർലമെന്റ് പ്രക്ഷുബ്ധം. പ്രധാനമന്ത്രി കീഴടങ്ങിയെന്ന മുദ്രാവാക്യം വിളിച്ച് പ്രതിപക്ഷം ലോക്സഭയുടെ നടുത്തളത്തിലിറങ്ങി. കരാറിൽ വിശദീകരണം നൽകാൻ സർക്കാർ തയ്യാറാണെന്ന് കേന്ദ്രമന്ത്രി ജെ.പി. നഡ്ഡ അറിയിച്ചു. നാളെ കേന്ദ്ര വ്യവസായ മന്ത്രി പീയൂഷ് ഗോയൽ പാർലമെന്റിൽ പ്രസ്താവന നടത്തും. രാഹുൽ ഗാന്ധിയുടെ പ്രസംഗം തടസ്സപ്പെടുത്തിയതിൽ പാർലമെന്റിൽ ശക്തമായ പ്രതിഷേധമുയർത്താൻ തീരുമാനിച്ച പ്രതിപക്ഷത്തിന് യു.എസ് വ്യാപാര കരാർ സംബന്ധിച്ച ഡൊണാൾഡ് ട്രംപിന്റെ പ്രഖ്യാപനത്തിലൂടെ അപ്രതീക്ഷിത ആയുധമാണ് ലഭിച്ചത്. ലോക്സഭ സമ്മേളിച്ച ആദ്യ നിമിഷം മുതൽ പ്രതിപക്ഷം മുദ്രാവാക്യം വിളികളുമായി നടുത്തളത്തിലിറങ്ങി. प्रश्नकाल तो माननीय सदस्यों का समय होता है, उसमें माननीय सदस्य प्रश्न उठाते हैं, सरकार की जवाबदेही होती है. വ്യാപാര കരാർ അടക്കമുള്ള വിഷയങ്ങളിൽ പ്രതിപക്ഷാംഗങ്ങൾ നൽകിയ അടിയന്തര പ്രമേയ നോട്ടീസുകൾ സ്പീക്കർ തള്ളി. രാജ്യസഭയിൽ ശൂന്യവേളയ്ക്ക് പിന്നാലെ വ്യാപാര കരാർ ഉന്നയിച്ച പ്രതിപക്ഷം ബഹളമുയർത്തി. വ്യാപാര കരാർ സംബന്ധിച്ചുള്ള വിശദാംശങ്ങൾ പങ്കുവയ്ക്കാൻ സർക്കാർ തയ്യാറാണെന്ന് സഭാ നേതാവ് ജെ.പി. നദ്ദ രാജ്യസഭയിൽ അറിയിച്ചു. अमेरिका के राष्ट्रपति जी ने एक ट्वीट किया है जिसमें उन्होंने टैरिफ्स के बारे में प्रधानमंत्री जी को अवगत कराया और उन्होंने प्रधानमंत्री जी के बारे में एक सच्चे दोस्त के बारे में भी चर्चा की है उस ट्वीट में. ट्रेड के बारे में जो भारत और अमेरिका के संबंध है उसकी चर्चा की है उस ट्वीट में. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ട്രംപിന് കീഴടങ്ങിയെന്നാണ് പ്രതിപക്ഷത്തിന്റെ കുറ്റപ്പെടുത്തൽ. എല്ലാം ട്രംപ് തീരുമാനിച്ചതനുസരിച്ചിട്ട് മോഡി സറണ്ടർ ചെയ്തിട്ടുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നമ്മുടെ പ്രധാനമന്ത്രിയെ നോക്കുകുത്തിയാക്കിക്കൊണ്ട് ഏറ്റവും തന്ത്രപ്രധാനമായിട്ടുള്ള രാജ്യത്തെ ബാധിക്കുന്ന പ്രശ്നങ്ങളിൽ പോലും അമേരിക്കൻ പ്രസിഡന്റാണ് പ്രഖ്യാപനം നടത്തുന്നത്. NDA യോഗത്തിൽ കരാറിനെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രകീർത്തിച്ചു. ലോകക്രമം ഇന്ത്യക്ക് അനുകൂലമായി മാറുന്നുവെന്ന് യോഗത്തിൽ പ്രധാനമന്ത്രി പറഞ്ഞു. 24 ഡൽഹി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.